തെറാപ്പി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പേരെന്താന്ന് പറഞ്ഞാൽ അത് കേൾക്കട്ടെ. റീത്ത. റീത്ത എന്നാണ് പേര്. നമ്മൾ തെറാപ്പി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? കാലുവേദന ഉണ്ടായി. വലിച്ചു പിന്നെ മസിൽ വെട്ടി കയറും. അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ തെറാപ്പി എടുക്കാൻ തുടങ്ങിയിട്ട്? 8 ദിവസമായി. ഇപ്പൊ എത്ര നാൾ കൊണ്ടുള്ളതാണ് ഈ കാല് വലിച്ചു കോട്ടല്? അത് 1-2 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ട് വലിച്ചു കോട്ടലുണ്ട്, കാല് മരവിപ്പുണ്ട്, കാല് വേദനയുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങള്? പുറം വേദനയുണ്ട്. അത് മുന്നേ ഉള്ളതല്ല, കുറെ നാളുകൾക്ക് മുന്നേ ഉള്ളതല്ലേ? ഒരുപാട് പഴക്കമുള്ളത് കുറേശ്ശെ മാറുള്ളൂ. അപ്പൊ എന്തായാലും ആശ്വാസം ഇല്ല അവിടെ? ആശ്വാസമുണ്ട്. എന്തായാലും ഈ തെറാപ്പി നമുക്ക് മരുന്നില്ലാതെ നമുക്ക് ജീവിക്കാനുള്ളൊരു അവസരമല്ലേ അത്? ഉപകാരമാണ് ഇത് നമുക്ക്. അല്ലെങ്കിൽ പിന്നെ ഈ മരുന്ന് ആയുർവേദം കഴിക്കും, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. എന്നിട്ട് അപ്പൊ വേദനയുടെ ഗുളിക തരും. പക്ഷെ വേദനയുടെ ഗുളിക നമ്മൾ അധികം കഴിക്കൂലല്ലോ അവനെ. അതെ വേദനയുടെ ഗുളിക തന്നത് വേദന അറിയാതിരിക്കാനുള്ളതാ, വേദന മാറാനുള്ളതല്ല. അപ്പൊ നമ്മൾ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ ഇതേപോലുള്ള വേദനകൾ മാറില്ല എന്ന് വിചാരിക്കണതൊക്കെ നമുക്ക് ഈ തെറാപ്പിയിലൂടെ മാറാൻ പറ്റുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഇത് പിന്നെ നല്ലതാണെന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ എന്താ പറയാനുള്ളത് ഇതിനെപ്പറ്റിയും മെഷീനെ പറ്റിയും ഈ തെറാപ്പി സിസ്റ്റത്തിനെ പറ്റി എന്താണ് പറയാൻ മറ്റുള്ളവരോട് പറയാനുള്ള കാര്യം കൂടി പറഞ്ഞോളൂ. മറ്റുള്ളവരോട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളിലല്ല നമുക്കിപ്പോൾ ഉള്ളത്. ഇത് പ്രഷർ, ഷുഗർ, പിന്നെ ഈ കാലുവേദന, അങ്ങനെയൊക്കെ വെച്ചാൽ കാലുവേദന, കൈവേദന, പ്രഷറൊക്കെ ഉണ്ട് എനിക്കും. അവന് പ്രഷറിനൊക്കെ ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും, കുഴപ്പമില്ല. ഇല്ലല്ലേ അവന്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറയും. അപ്പൊ മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ഇത് നല്ലൊരു ചികിത്സയാണെന്ന് മാത്രമേ പറയാനുള്ളത്. വെച്ചാൽ അത്ര നല്ല കാര്യമാണിത്. ഇല്ലേ മോനെ? നല്ലതാണ്. അപ്പോൾ ഇനി നമ്മുടെ ക്യാമ്പുകളിലേക്കും ഓഫീസിലേക്കും ബന്ധുക്കളെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു വിടില്ലേ? പറഞ്ഞു വിടാം മോനെ. ശരി, ഓക്കെ. ശരി മോനെ.